സമരമാകട്ടെ 22ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുമായി പലതവണ നടത്തിയിട്ടുള്ള ചർച്ച വിഫലമായതിന് പിന്നാലെ ആശാവർക്കർമാർ ഇന്ന് നിയമസഭയിലേക്കും മാർച്ച് നടത്തും. ഗൂഗിൾ വിവരങ്ങളുമായിട്ട് ഗൂഗിൾ, ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത്. മന്ത്രി ആ നിലപാടുകൾ തന്നെയാണ് നേരത്തെയും പറഞ്ഞത്. എനിക്ക് ആശാവർക്കർമാർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ ഈ പ്രതിഷേധവും ഫലം കാണുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുക വയ്യ. എന്താണ് അവരുടെ മുന്നോട്ടുള്ള വഴി? ദിവിഷ, ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ഇന്നിപ്പോൾ 22 ദിവസം ആവുകയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ, സെക്രട്ടേറിയറ്റ് നടക്കി മുൻപിൽ ഈ പ്രവർത്തകരെല്ലാം കൂടെ ഇത്തരത്തിൽ ഒരു സമരവുമായിട്ട് മുൻപോട്ട് പോകാൻ തുടങ്ങിയിട്ട്. 2021 LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഉണ്ടായിരുന്നു. അംഗനവാടി, ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ തുടങ്ങിയ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും, മിനിമം കൂലി 700 രൂപയാക്കും തുടങ്ങിയ കാര്യങ്ങൾ 45ാം ഘട്ടത്തിൽ LDF സർക്കാർ ഇത്തരത്തിൽ ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിരുന്നു. അതേപോലെ തന്നെ അന്ന് ആശാ വർക്കർമാരുടെ ഓണറേറിയം തുക ഉയർത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേ തുടർന്നാണ് ഈ സമരവുമായി ഇവർ മുൻപോട്ട് പോകുന്നത്. ഓണറേറിയം തുക 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി നൽകുക, അതായത് പെൻഷൻ തുകയായി നൽകുക, അതേപോലെ തന്നെ ഓണറേറിയത്തിന് മുഴുവൻ മാനദണ്ഡങ്ങളും പാലിക്കുക. ഇപ്പോൾ ഈ പാലിക്കാതെയാണ് മുൻപോട്ട് പോകുന്നത്. പലപ്പോഴും ഈ ഓണറേറിയം തുക ലഭിക്കാറുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 3 മാസത്തെ ഓണറേറിയം തുക ഈ അടുത്താണ് അവർക്ക് പാസ്സായതും അതിൽ 2 മാസത്തേതാണ് കിട്ടിയതും. ഈ മാസത്തെ അടക്കമുള്ളവ പെൻഡിങ്ങുമാണെന്നുള്ളതാണ്. എന്തായാലും ഈ സമരം 22ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിശക്തമായ വലിയ പ്രക്ഷോഭമാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 10,000-കണക്കിന് ആശാപ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അവരാണ് ഇന്നിപ്പോൾ ഈ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുക. നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രക്ഷോഭവുമായി നിയമസഭാ മന്ദിരത്തിലേക്കുള്ള മാർച്ച് കൂടുതൽ പ്രസക്തമാകും. ഇത്തരത്തിൽ വിവിധ സംഘടനകളിൽ നിന്നും അതേപോലെ തന്നെ വലിയ ഇവർക്ക് ഐക്യദാർഢ്യം കൂടുന്നതായിട്ടും കാണാം. ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച്, നിയമസഭാ മാർച്ച് മുൻപോട്ട് പോവുകയാണ്. എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്മാറൂല. ഞങ്ങൾ ഇന്ന് ഇത്രയും സമരം തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ആരെയും കൂലിക്ക് വിളിച്ചോണ്ട് വന്നതല്ല. ഞങ്ങളെല്ലാവരും ആശമാരാണ് പറഞ്ഞത്. ഞങ്ങളുടെ അവകാശം നേടിയെടുക്കാതെ ഞങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറുകയില്ല. നിയമസഭ മാർച്ച് സംഘടിപ്പിക്കാൻ പോവാണല്ലോ. നിയമസഭാ മാർച്ച് ഞങ്ങൾ ആശമാരെല്ലാവരും ഒരുമിച്ച് പോകുകയില്ലാണ്. അപ്പോഴേ കാണാം അവിടെ വെച്ച് എന്താണെന്നുള്ളത്. എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് ഇപ്പോൾ ഈ ഒരു പ്രക്ഷോഭത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ ഓണറേറിയം തുക വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ അതിലൊരു തീരുമാനമുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. എന്തായാലും ഒരു അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിന് പടിക്കൽ നിന്നും നിയമസഭയിലേക്കുള്ള മാർച്ച് ആരംഭിക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്ന് നിരവധി വ്യക്തിത്വങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേർ പലപ്പോഴായി സമരപന്തലിലേക്ക് എത്തി. 22ാം ദിവസത്തിലേക്ക് നടക്കുമ്പോൾ ആ സമരം നിയമസഭാ മാർച്ചായിട്ട് വ്യാപിപ്പിക്കുവാൻ വേണ്ടിയും അതോടുകൂടി സർക്കാരിന്മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അവരുടെ സമരം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് ആശാവർക്കർമാർ. ഇന്നലെ കനത്ത മഴയിലും പെരുമഴയത്തും പോലീസ് അവർ കെട്ടിയിരുന്ന പന്തലെല്ലാം മാറ്റിയിരുന്നു. അവിടെ മഴ നനഞ്ഞുകൊണ്ടായിരുന്നു ആശാവർക്കർമാരുടെ സമരം നടന്നിരുന്നത്. അങ്ങനെ സർക്കാർ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിലേക്ക് ആശാവർക്കർമാർ സമരം തുടരുന്നു. ഇന്ന് അല്പസമയത്തിനകം നിയമസഭയിലേക്ക് ആശാവർക്കർമാർ മാർച്ച് നടത്തും.